നമസ്കാരം. കന്യാദാനം സീരിയലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷമിക്കണം, കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് സീരിയലിന്റെ ഫോട്ടോസുകൾ ഉപയോഗിക്കാൻ പാടില്ല. യാതൊരു കഥയുമില്ലാത്തതുപോലെയാണ് കന്യാദാനം സീരിയൽ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഇലക്ഷൻ സീസൺ ആയപ്പോൾ സീരിയലിലും ഇലക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നു. ഹർഷയും സുശീലയും കൂടിയുള്ള പദ്ധതിയാണ് നടപ്പാക്കുന്നതെന്ന് അനുപമ മനസ്സിലാക്കുമോ എന്നറിയില്ല. സുശീല അനുപമയെ മത്സരിക്കാൻ നിർബന്ധിക്കുന്നു. എന്നാൽ അനുപമ സമ്മതിക്കുന്നില്ല. ഒടുവിൽ സുശീല അനുപമയുടെ കാല് പിടിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അനുപമ മത്സരിക്കാമെന്ന് സമ്മതിക്കുന്നു. സുശീല അനുപമയെ കൊണ്ട് പാർട്ടി ഓഫീസിലേക്ക് പോകുന്നു. അവിടെ വാസന്തിയെ സ്ഥാനാർത്ഥിയാക്കാമെന്ന് വിചാരിച്ച് വാസന്തി ഇരിക്കുന്നു. വാസന്തിയെയോ സുകുമാരിയെയോ സ്ഥാനാർത്ഥിയാക്കാമെന്ന് വിചാരിക്കുന്നിടത്തേക്ക് അനുപമയെ സ്ഥാനാർത്ഥിയാക്കാമെന്ന് പറഞ്ഞ് സുശീല വരുന്നു. അങ്ങനെ എല്ലാവരും അനുപമയെ സ്ഥാനാർത്ഥിയാക്കാമെന്ന് സമ്മതിക്കുന്നു. സുശീല അതിനുശേഷം അനുപമയെ കെട്ടിപ്പിടിച്ച് മനസ്സിൽ പറയുന്നു, ഇതൊക്കെ എനിക്ക് കിട്ടേണ്ട സൗഭാഗ്യങ്ങളായിരുന്നു. അതാണ് നീയും നിന്റെ അനിയത്തിയും കൂടി ഇല്ലാതാക്കിയത്. അതിന്റെ വിഷമം നീയും അറിയണം. അതിനു വേണ്ടിയാണ് ഞാൻ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. വിനയനെ ഗൾഫിലെ ജയിലിൽ നിന്ന് പുറത്തിറക്കി അനന്തൻ മാഷ് ധീരകൃത്യം ചെയ്തിരിക്കുന്നു. മനസ്സമാധാനത്തോടെ ജീവിച്ചിരുന്ന ചീരുവിനും മക്കൾക്കും ഇനി വീണ്ടും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുത്തിയിരിക്കുകയാണ് അനന്തൻ മാഷ് എന്ന ഹരിചന്ദ്രൻ അച്ഛൻ. സൈക്കോയായ വിനയൻ ഒരിക്കലും നന്നാകില്ല എന്നുറപ്പുള്ളതുകൊണ്ട് കന്യാദാനം എന്ന കഥ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വീണ്ടും ഗൾഫിലെ ജയിലിൽ നിന്നും വിനയനെ കൊണ്ടുവന്നിരിക്കുകയാണ്. വിനയന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് വിനയനെ ജയിലിൽ നിന്നും ഇറക്കിയതെന്ന് അനന്തൻ മാഷിന്റെ ന്യായീകരണവും. സ്വന്തം മകളെ കൊല്ലാൻ നോക്കിയവനെയാണ് അമ്മയ്ക്ക് വേണ്ടി ജയിലിൽ നിന്നും ഇറക്കിയതെന്ന് മാഷ് മറന്നുപോയി. വിനയന്റെ മനസ്സിലിരിപ്പ് ഏകദേശം മാഷിന് മനസ്സിലാകുന്നു. വീണ്ടും കുട്ടികളെ കൊണ്ടുപോയി വിലപേശാനാണ് അവന്റെ മനസ്സിലുള്ളതെന്ന്. അതിനുവേണ്ടി ചീരുവിനെയും പെൺമക്കളെയും സ്നേഹിക്കുന്നതായി വീണ്ടും അവൻ അഭിനയിച്ച് കാണിക്കുന്നു. എന്നാൽ ചീരു അവന്റെ മുഖത്തടിച്ച പോലെ വാതിലടക്കുന്നു. എന്തൊക്കെ നാണക്കേട് അഭിമുഖീകരിക്കേണ്ടി വന്നാലും താൻ ആഗ്രഹിച്ചത് നേടാൻ വേണ്ടി എന്ത് നാടകവും ഇക്കൂട്ടർ പ്രകടിപ്പിക്കും. ഒടുവിൽ അതൊക്കെ സത്യമാണെന്ന് കരുതി അവരുടെ കപട നാടകങ്ങളെ വിശ്വസിച്ച് പലരും വീഴുകയാണ് പതിവ്. ഇവിടെ എത്ര പ്രാവശ്യം വിനയനെ വിശ്വസിച്ച് ചീരുവിനെ അവന്റെ കൂടെ അനന്തൻ മാഷ് പറഞ്ഞയച്ചു. എത്ര ലക്ഷം രൂപയാണ് അവൻ നശിപ്പിച്ചത്. ഇതൊക്കെ അറിഞ്ഞിരുന്നിട്ടും വീണ്ടും വീണ്ടും കഥ അവിടേക്ക് തന്നെ കൊണ്ടുപോകുന്നതിൽ നിന്നും പ്രേക്ഷകർ എന്താണ് മനസ്സിലാക്കേണ്ടത്? ദുരഭിമാനം കൊണ്ട് മാത്രമാണ് അനന്തൻ മാഷ് വീണ്ടും വിനയന്റെ അടുത്തേക്ക് ചീരുവിനെ എത്തിക്കുന്നത്. വിനയൻ നശിപ്പിച്ച ലക്ഷങ്ങൾ ചീരുവിന്റെ പേരിൽ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്തിരുന്നെങ്കിൽ ചീരുവിനും മക്കൾക്കും സുഖമായി ജീവിക്കാമായിരുന്നു. എന്നാൽ വിവാഹം കഴിപ്പിച്ചയക്കുന്ന പെൺമക്കൾ എന്തും സഹിച്ച് ഭർത്താവിന്റെ വീട്ടിൽ കഴിയണമെന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ വാശിയാണ് പല ചീരുമാരും ഇന്നും കണ്ണീരുമായി ജീവിതം നയിക്കേണ്ടി വരുന്നത്. വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.